ഹലോ എവ്രി വൺ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുക. അതായത് ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ സ്റ്റാറ്റിക് GK പോർഷൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെയോടൊപ്പം തന്നെ സ്റ്റാറ്റിക് GKയും കൂടി അപ്ഡേറ്റ് ആക്കി വെച്ചിരിക്കാം. നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK സെപ്പറേറ്റ് സോഴ്സിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യം വരില്ല. എൻ്റെ ക്ലാസ്സസ് നിങ്ങൾ റെഗുലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനോടൊപ്പം തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന സ്റ്റാറ്റിക് GK കൂടി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആക്കാം. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ടു ബോറോ ₹5.03 lakh crore in second half of financial year 22 to fund revenue gap. അപ്പോൾ റവന്യൂ ഗ്യാപ്പ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് 5.03 ലക്ഷം കോടി രൂപ ബോറോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫിനാൻഷ്യൽ ഇയർ 22 വേണ്ടിയിട്ട്, സെക്കൻഡ് ഹാഫ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 22 വേണ്ടിയിട്ട്. സോ ദ ഗവൺമെൻറ് വിൽ ബോറോ 5.03 lakh crore ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ കറണ്ട് ഫിസ്ക്കൽ, അതായത് ഈ വർഷം തന്നെയാണ് ഫിനാൻഷ്യൽ ഇയർ 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ 21-22 ആണ്. സോ ടു ഫണ്ട് ദ റവന്യൂ ഗ്യാപ്പ് ഫോർ റിവൈവിങ് ദ പാൻഡമിക് ഹിറ്റ് എക്കണോമി. അപ്പോൾ ഈ കൊറോണ വൈറസ് ഹിറ്റ് എക്കണോമീനെ ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടം മേടിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. 5.03 ലക്ഷം കോടി രൂപ. സോ നെക്സ്റ്റ് ന്യൂസ്, വരാന്ത അക്വയർസ് എജുരേക്ക ഫോർ ₹245 crore, ഡീപ്പൻസ് ഫോറേ ഇൻടു എഡ്ടെക്. അപ്പോൾ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ എജുരേക്കയെ വരാന്ത എന്ന് പറയുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ വരാന്ത സൊല്യൂഷൻ ലേണിംഗ് സൊല്യൂഷൻ said it has acquired Edureka, a live instructor-led online solution provider for the IT industry for ₹245 crore. It is planning an outlay of around $100 million for acquisitions over the next 6 months to seize the opportunities opening up in the edtech space. The acquisition of Edureka is the second buyout of the company since its launch in December 2020. അപ്പോൾ വരാന്ത എജുരേക്കയെ 245 കോടി രൂപ കൊടുത്തിട്ട് അക്വയർ ചെയ്യാൻ പോവുകയാണ്. സോ എഡ്ടെക് കമ്പനി ആയ എജുരേക്കയെ വരാന്തയാണ് അക്വയർ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, RBI സ്ലാബ്സ് ₹2 crore പെനാൽറ്റി ഓൺ RBL ബാങ്ക് ഫോർ ഡെഫിഷ്യൻസീസ് ഇൻ റെഗുലേറ്ററി കോംപ്ലയൻസ്. അപ്പോൾ റെഗുലേറ്ററി കോംപ്ലയൻസിലുള്ള ഡെഫിഷ്യൻസീസിന് വേണ്ടിയിട്ട് ഡെഫിഷ്യൻസീസ് കാരണം RBL ബാങ്കിന് ₹2 കോടി പെനാൽറ്റി ചുമത്തി. RBI ആണ് ഈ പെനാൽറ്റി ചുമത്തിയത്. സോ RBI ന്യൂസിലുണ്ട്, RBL ബാങ്കും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും സ്റ്റാറ്റിക് GK നമുക്ക് ഈ ന്യൂസിലൂടെ കവർ ചെയ്യാം. അപ്പോൾ RBIയുടെ ഫസ്റ്റ് കവർ ചെയ്യാം. RBIയുടെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 April 1935 എസ്റ്റാബ്ലിഷ് ചെയ്തത്. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. RBIയുടെ ഗവർണറുടെ പേരാണ് ശക്തികാന്ത ദാസ്. RBIക്ക് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സാണുള്ളത്. ആ 4 ആൾക്കാരാണ് മഹേഷ് കുമാർ ജെയിൻ, എം ദേബപത്ര പത്ര, പിന്നെ M രാജേശ്വർ റാവ്, പിന്നെ T രവിശങ്കർ. ഇവരാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ്. പിന്നെ RBIക്ക് 4 സബ്സിഡറീസാണ് ഉള്ളത്. അതിലത്തെ ഒന്നാമതാണ് DICGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. പിന്നെ സെക്കൻഡ് NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്. പിന്നെ BRBNMPL, അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ IFTAS IFTAS ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. അപ്പോൾ ഇതാണ് RBIയുടെ സബ്സിഡറികൾ. RBL ബാങ്കിന് മേലിലാണ് ₹2 കോടി ചുമത്തിയത്. അപ്പോൾ RBL ബാങ്കിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. RBL ബാങ്ക് ഫൗണ്ട് ചെയ്തത് 1943 ഓഗസ്റ്റ് 1943 ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ മഹാരാഷ്ട്രയിലാണ് RBL ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. MD ആൻഡ് CEO ഓഫ് RBL ബാങ്ക് വിശ്വവീർ അഹൂജയാണ്. RBL ബാങ്കിൻ്റെ ടാഗ് ലൈൻ അപ്നോ കാ ബാങ്ക്. So next news, RBI imposes ₹11 lakh penalty on the Jammu and Kashmir State Cooperative Bank. അപ്പോൾ മറ്റൊരു പെനാൽറ്റിയെ കുറിച്ചിട്ടുള്ള ന്യൂസാണ്. അതായത് ജമ്മു ആൻഡ് കശ്മീർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് മേലെ 11 ലക്ഷം രൂപയുടെ പെനാൽറ്റിയാണ് ചുമത്തിയിരിക്കുന്നത്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൈൻഡ് ജമ്മു ആൻഡ് കശ്മീർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ശ്രീനഗർ വിത്ത് ആൻ ₹11 lakh പെനാൽറ്റി ഫോർ ഇൻഅഡിക്വസി ഇൻ റെഗുലേറ്ററി അധിയറൻസ്. അപ്പോൾ ഇൻഅഡിക്വസി ഇൻ റെഗുലേറ്ററി അധറൻസിന് വേണ്ടി തന്നെയാണ് RBI ജമ്മു ആൻഡ് കശ്മീർ ബാങ്കിനെയും
പിഴ, അതായത് പെനാൽറ്റി ചുമത്തിയിരിക്കുന്നത്. 11 ലാഖിൻ്റെയാണ്. മറ്റേത് RBL ബാങ്കിന് കിട്ടിയത് 2 ലാഖ്, എത്രയാണ് 2 crore റുപ്പീസ്, 2 crore റുപ്പീസ് പെനാൽറ്റിയാണ്. അപ്പോൾ ഇവിടെ 11 ലക്ഷമേ ഉള്ളൂ. സോ 11 ലക്ഷം രൂപയുടെ പെനാൽറ്റിയാണ് ജമ്മു ആൻഡ് കശ്മീർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യാസ് ആകാശ് പ്രൈം മിസൈൽ സക്സസ്ഫുള്ളി ഡിസ്ട്രോയ്സ് ഏരിയൽ ടാർഗറ്റ് ഇൻ മെയ്ഡൻ ഫ്ലൈറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇന്ത്യയുടെ ആകാശ് പ്രൈം മിസൈൽ ഏരിയൽ ടാർഗറ്റിനെ ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് എ ന്യൂ വേർഷൻ ഓഫ് ആകാശ് മിസൈൽ ഫ്രം ദ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് അറ്റ് ഒഡീഷാസ് ചാന്ദിപ്പൂർ. ദ ന്യൂ മിസൈൽ named Akash Prime intercepted and destroyed an unmanned aerial target which mimicked an enemy aircraft during its maiden flight test. അപ്പോൾ DRDO ആണ് ഈ ഒരു ആകാശ് മിസൈൽ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ DRDO ന്യൂസ് നമുക്ക് നോക്കാം. DRDOൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ DRDO ഫൗണ്ട് ചെയ്തത്. DRDOയുടെ ഫുൾ ഫോം ഫസ്റ്റ് അറിയാം, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. DRDO ഫൗണ്ട് ചെയ്തത് 1958-ലാണ്. DRDOൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. DRDOൻ്റെ സെക്രട്ടറിയാണ് ഡോക്ടർ G. സതീഷ് റെഡ്ഡി. നെക്സ്റ്റ് ന്യൂസ്, ഹർദീപ് സിംഗ് പുരി ലോഞ്ചസ് സ്വച്ഛ് സർവേക്ഷൺ 2022. അപ്പോൾ ഹർദീപ് സിംഗ് പുരി, അതായത് അർബൻ അഫയേഴ്സ് മിനിസ്റ്റർ, ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരി സ്വച്ഛ് സർവേക്ഷൺ 2022 ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇത് നടന്നത്. സ്വച്ഛ് സർവേക്ഷൻ്റെ 7ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടന്നത്. അണ്ടർ വിച്ച് ഡിസ്ട്രിക്ട് റാങ്കിങ്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം. The survey will create a level planning field for smaller cities by introducing 2 population categories, under 15,000 and between 15,000 to 25,000. So Hardeep Singh Puri, Union Housing and Urban Affairs Minister Hardeep Singh Puri സ്വച്ഛ് സർവേക്ഷൺ 2022 ലോഞ്ച് ചെയ്തു. നെക്സ്റ്റ് ന്യൂസ്, രോഹിത് ശർമ്മ സ്ക്രിപ്റ്റ്സ് ഹിസ്റ്ററി, ബിക്കംസ് ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ 1000 റൺസ് അഗെയിൻസ്റ്റ് സിംഗിൾ ഒപ്പോസിഷൻ ഇൻ IPL. അപ്പോൾ ഒരു ടീമിനെതിരെ 1000 റൺസ് തികയ്ക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയറായി രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ ബിക്കെയിം ദ ഫസ്റ്റ് ബാറ്റർ ഇൻ ദ ഇന്ത്യൻ പ്രീമിയർ ലീഗ്, IPLത്തെ ഫസ്റ്റ് പ്ലെയറായി to score 1000 runs against a single team during Mumbai Indians contest against Kolkata Knight Riders at Sheikh Zayed Stadium, Abu Dhabi. അപ്പോൾ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയം അബുദാബിയിൽ വെച്ചിട്ടാണ് ഈ ഒരു റെക്കോർഡ് അക്കംപ്ലിഷ് ചെയ്തത്. അപ്പോൾ രോഹിത് ശർമ്മയാണ് 1000 റൺസ് അഗെയിൻസ്റ്റ് സിംഗിൾ ഒപ്പോസിഷൻ ഇൻ IPL നേടിയ ഫസ്റ്റ് പ്ലെയർ. അപ്പോൾ ഏത് ടീമിനെതിരെയാണ് 1000 റൺസ് നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് നേടിയത്. നെക്സ്റ്റ് ന്യൂസ്, മോദി ഗവൺമെൻറ് സ്റ്റാർട്ട്സ് വർക്ക് ടു ഡെവലപ്പ് പരശുറാം കുണ്ട് ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ പരശുറാം കുണ്ട് ഡെവലപ്പ് ചെയ്യാൻ മോദി ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ മോദി ഗവൺമെൻറ് ഹാസ് സ്റ്റാർട്ടഡ് വർക്ക് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പരശുറാം കുണ്ട്, a Hindu pilgrimage site on the Brahmaputra plateau in the lower reaches of the Lohit river in Arunachal Pradesh. The project, costing 37.88 crore rupees, was sanctioned under the Pilgrimage Rejuvenation and Spiritual Heritage Augmentation Drive Prasad scheme of the Ministry of Tourism. So Modi government വർക്ക് ടു ഡെവലപ്പ് പരശുറാം കുണ്ട് ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഒരു പിൽഗ്രിമേജ് സൈറ്റായ പരശുറാം കുണ്ട് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പരശുറാം കുണ്ട് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് അരുണാചൽ പ്രദേശിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ പ്രേമ കാണ്ഡു. അരുണാചൽ പ്രദേശിൻ്റെ ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ. പിന്നെ നംദഫ നാഷണൽ പാർക്ക്, മൗലിംഗ് നാഷണൽ പാർക്ക്, ഇത് അരുണാചൽ പ്രദേശിലാണുള്ളത്. പിന്നെ ദിബങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, കമലങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, കെയ്ൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പഖുയി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം അരുണാചൽ പ്രദേശിലാണുള്ളത്. നെക്സ്റ്റ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ടു ഒബ്സർവ് 1 October ആസ് NPS ദിവസ് ടു പ്രൊമോട്ട് റിട്ടയർമെൻറ്റ് പ്ലാനിങ്. അപ്പോൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി 1 October NPS ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഇങ്ങനെ NPS ദിവസമായിട്ട്
ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി വിൽ ഒബ്സർവ് 1 ഒക്ടോബർ ആസ് എ നാഷണൽ പെൻഷൻ സിസ്റ്റം ദിവസ്. നാഷണൽ പെൻഷൻ സിസ്റ്റം ദിവസമായിട്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ടു പ്രൊമോട്ട് പെൻഷൻ ആൻഡ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്. ഫോർ ദിസ് ദ റെഗുലേറ്റർ ഹാസ് കിക്ക് സ്റ്റാർട്ടഡ് എ ക്യാമ്പയിൻ അണ്ടർ ആസാദി കാ അമൃത് മഹോത്സവ്. അപ്പോൾ 1 ഒക്ടോബറാണ് NPS ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യാൻ PFRDA തീരുമാനിച്ചിരിക്കുന്നത്. സോ PFRDA പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 23 ഓഗസ്റ്റ് 2003 ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ചെയർമാൻ്റെ പേരാണ് സുപ്രതിം ബന്ദ്യോപാധ്യായ്. നെക്സ്റ്റ് ന്യൂസ്, കവിൻകെയർ CMD CK രംഗനാഥൻ അപ്പോയിൻറ്റഡ് ന്യൂ AIMA പ്രസിഡൻറ്റ്. അപ്പോൾ കവിൻകെയറിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ CK രംഗനാഥനെ AIMAയുടെ ന്യൂ പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. CK രംഗനാഥൻ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, കവിൻകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഫോർ എ പീരീഡ് ഓഫ് 1 year till the നാഷണൽ മാനേജ്മെൻറ്റ് കൺവെൻഷൻ ഈസ് ഹെൽഡ് ഇൻ സെപ്റ്റംബർ 2022. അപ്പോൾ AIMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഫോർ റെഗുലേഷൻ ആൻഡ് ലൈസൻസിങ് ഓഫ് മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ഇൻ ഇന്ത്യ ആണ് AIMA. സോ നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യൻ ആർമി കിക്സ് ഓഫ് ബിജോയ സാംസ്കൃതിക് മഹോത്സവ് ഇൻ കൊൽക്കത്ത. അപ്പോൾ ഇന്ത്യൻ ആർമി ബിജോയ സാംസ്കൃതിക് മഹോത്സവ് കൊൽക്കത്തയിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ 4-day കൾച്ചറൽ ഇവൻറ്റ് ടൈറ്റിൽ ബിജോയ സാംസ്കൃതിക് മഹോത്സവ് വാസ് കിക്ക്ഡ് ഓഫ് ടു ഷോക്കേസ് ദ കൾച്ചറൽ ലിങ്കേജസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും കൾച്ചറൽ ലിങ്കേജസിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിജോയ സാംസ്കൃതിക് മഹോത്സവ് ഒബ്സർവ് ചെയ്യുന്നത്. സോ 1971 Bangladesh Liberation War and bring the various tales of valor of Indian Army soldiers and Mukti Jodhas in a historic battle. The program is part of Swarnim Vijay Varsha celebration 50 years of war. അപ്പോൾ ഇന്ത്യൻ ആർമിയാണ് കിക്ക് സ്റ്റാർട്ട് ചെയ്തത് ബിജോയ സാംസ്കൃതിക് മഹോത്സവ്. അത് കൊൽക്കത്തയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. കൊൽക്കത്തയുടെയും ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൻ്റെ ഉണ്ടായ കൾച്ചറൽ ലിങ്കേജസിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, അവീക് സർക്കാർ റീഇലക്റ്റഡ് ആസ് എ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ. അപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് അവീക് സർക്കാരിനെ റീഎലക്റ്റ് ചെയ്തു. അതായത് ഇപ്പോഴും അവീക് സർക്കാർ തന്നെയാണ് അതിൻ്റെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. അപ്പോൾ രണ്ടാമത് റീഎലക്റ്റ് ചെയ്തിരിക്കുകയാണ് അവീക് സർക്കാരിനെ. അപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഫൗണ്ടഡ് 27 ഓഗസ്റ്റ് 1947 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. പിന്നെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അവീക് സർക്കാർ തന്നെയാണ്. അതാണ് ഈ ന്യൂസും, റീഇലക്റ്റഡ് ആസ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ. സോ നെക്സ്റ്റ് ന്യൂസ്, ഇൻ്റർനാഷണൽ ഡേ ഓഫ് യൂണിവേഴ്സൽ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ 2021 സെപ്റ്റംബർ 28. അപ്പോൾ സെപ്റ്റംബർ 28 ഇൻ്റർനാഷണൽ ഡേ ഓഫ് യൂണിവേഴ്സൽ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ഒബ്സർവ് ചെയ്തു. ദിസ് ഡേ ഈസ് ഫോക്കസ്ഡ് ഓൺ മേക്കിംഗ് ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ ഓൾ സോ ദാറ്റ് എ റോബസ്റ്റ് സ്ട്രക്ചർ ഓഫ് സസ്റ്റൈനബിൾ പോളിസീസ് ക്യാൻ ബി ഡെവലപ്ഡ് ഇൻ സൊസൈറ്റി. ഓൺ November 17, 2015, UNESCO announced that International Day of Universal Access of Information will be observed on 28th September. 28th സെപ്റ്റംബറിന് യുനെസ്കോ ആണ് പറഞ്ഞത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യൂണിവേഴ്സൽ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ഒബ്സർവ് ചെയ്യും സെപ്റ്റംബർ 28 എന്ന്. സോ ഈ വർഷത്തെ തീമാണ് ദ റൈറ്റ് ടു നോ ബിൽഡിംഗ് ബാക്ക് ബെറ്റർ വിത്ത് ആക്സസ് ടു ഇൻഫർമേഷൻ. തീം എന്താണ്? ദ റൈറ്റ് ടു നോ ബിൽഡിംഗ് ബാക്ക് ബെറ്റർ വിത്ത് ആക്സസ് ടു ഇൻഫർമേഷൻ. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിനോടനുബന്ധപ്പെട്ട സ്റ്റാറ്റിക് GK ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ അൺടിൽ ദെൻ ബൈ.